വർഷത്തിൽ 12 ദിവസം മാത്രം പാർവതി ദേവിയുടെ ദർശനം ലഭിക്കുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിലാണ് ചരിത്രപ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഇവിടെ വർഷത്തിൽ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസങ്ങൾ മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്ന് ദർശനം ലഭിക്കുകയുള്ളൂ എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലുവ പട്ടണത്തിനടുത്താണ്. പെരിയാർ നദിയുടെ തീരത്ത് ശ്രീമൂലനഗരം എന്ന ഗ്രാമത്തിന് അടുത്തായിട്ടാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മലയാള മാസമായ ധനുമാസത്തിലെ പാർവതി ദേവിയുടെ 12 ദിവസത്തെ നടതുറപ്പ് മഹോത്സവമാണ്. ഈ ക്ഷേത്രത്തിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ ശിവവിഗ്രഹം ആദ്യം ഇരാണിക്കുളം എന്ന മറ്റൊരു സ്ഥലത്തായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീമൂലനഗരത്തിൽ നിന്നുള്ള ഒരു നമ്പൂതിരി ഇരാണിക്കുളം ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്താറുണ്ടായിരുന്നു. തോണിക്കാരനായിരുന്ന അകവൂർ ചാത്തൻ നമ്പൂതിരിയെ ഇരാണിക്കുളം ക്ഷേത്രത്തിലേക്കും തിരിച്ചും വണ്ടിയിൽ കൊണ്ടുപോയി ആരാധിച്ചിരുന്നു. എന്നിരുന്നാലും പ്രായമാകുമ്പോൾ നമ്പൂതിരി ദുർബലനായി ഒരു ദിവസം തന്നെ വീണ്ടും സന്ദർശിക്കാൻ കഴിയില്ലെന്ന് ശിവനോട് നിലവിളിച്ചു. തൻ്റെ ഭക്തനിൽ അനുകമ്പ തോന്നിയ ശിവവിഗ്രഹം ക്ഷേത്രം വിട്ട് ബ്രാഹ്മണനോടൊപ്പം തൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു. ശിവൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് ചാത്തന് കാണാൻ കഴിഞ്ഞു. പക്ഷേ അയാൾ പിന്നീട് അപ്രത്യക്ഷനായി. അടുത്ത ദിവസം അടുത്തുള്ള കാട്ടിൽ പുല്ലുവെട്ടി പെറുക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ തൻ്റെ അരിവാൾ കരിങ്കല്ലിൽ മൂർച്ച കൂട്ടി കല്ലിൽ നിന്ന് ചോരയൊലിക്കാൻ തുടങ്ങി. പിന്നീടാണ് ചാത്തൻ ആ കല്ല് ശിവവിഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെ അകവൂർ ബ്രാഹ്മണ കുടുംബം ഇവിടെ ഒരു ക്ഷേത്രം പണിതു. ഇവിടുത്തെ പാർവതി ക്ഷേത്രത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. തുടക്കത്തിൽ പാർവതി തന്നെ തൻ്റെ ശ്രീകോവിലിൽ രഹസ്യമായി നിവേദ്യം പാകം ചെയ്തിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഒരു രാത്രിയിൽ ഒരു ക്ഷേത്ര പൂജാരി ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടു. ഇതിൽ അസ്വസ്ഥയായ പാർവതി തൻ്റെ ക്ഷേത്രവാതിലുകൾ അടയ്ക്കാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും ബ്രാഹ്മണൻ ക്ഷമാപണം നടത്തിയതിനെ തുടർന്ന് എല്ലാ വർഷവും തൻ്റെ ശ്രീകോവിൽ 12 ദിവസം തുറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ കാലയളവ്, അതായത് ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്കാണ് ഈ നടതുറപ്പ് മഹോത്സവം നടത്തപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ മറ്റു പ്രധാന സവിശേഷ ദിവസങ്ങൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന മകംതൊഴിൽ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്ന അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജന്മദിനാഘോഷങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ്. എന്നിരുന്നാലും വിവാഹ തടസ്സം മാറുവാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുള്ളത്.